ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, ക്ലെൻസ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരുപാട് ഈ ഗ്രീൻ ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യുക്കമ്പറൊക്കെ കൂടി ഒരുമിച്ച് വെച്ച് ലൈം വെച്ച് മിക്സിയിൽ അടിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നൊക്കെ. അങ്ങനെ ടിപ്പോ റെമഡികളോ അതിലൊക്കെ ശരിക്കും സത്യമുണ്ടോ? അല്ല, ഇത് പ്രകൃതിയിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഓരോ ആൾക്കാരുടെയും പ്രകൃതി അനുസരിച്ചായിരിക്കും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റും. സബ്ജക്റ്റീവ് ആണ്. കാരണം എല്ലാവർക്കും നമ്മൾ ഇത് കൊടുത്താൽ റിക്കവർ ആകണമെന്നില്ല. അവരുടെ ആ ആമാശയം എങ്ങനെയാണ് ഉള്ളത്, എത്രത്തോളം അവർക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇല്ലാണ്ട് നിങ്ങൾ ഇത് ചെയ്തോ, എല്ലാവർക്കും ഇപ്പൊ പനിയുള്ള എല്ലാവർക്കും ഒരേ മരുന്നായിരിക്കില്ല നമ്മൾ ആയുർവേദത്തിൽ കൊടുക്കുക. അതുപോലെയാണ് നമ്മൾ ഇത് അതുകൊണ്ടാണ് ഒരു രോഗത്തിന് ഇന്ന മെഡിസിൻ കഴിച്ചാൽ നിങ്ങൾക്ക് ഇത് മാറും. വളരെ കുറവ് മെഡിസിൻസേ അങ്ങനെ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ജനറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലാത്തത് എല്ലാം തന്നെ നമ്മൾ പ്രകൃതിയും വികൃതിയും ഒരാളുടെ ബോഡി ആസസ് ചെയ്ത് മാത്രമേ നമുക്ക് ഒരാളുടെ മെഡിസിൻ കൊടുക്കാൻ പറ്റൂ. ഇവിടെ ഡോക്ടറെ വന്ന് കണ്ടു, MRI സ്കാനിങ് എടുത്തു. MRI സ്കാനിങ്ങിലാണ് അറിഞ്ഞത് എൻ്റെ ഡിസ്കിൽ 10 ഡിസ്ക് ബൾജായിട്ടും മിസ്അലൈൻമെൻ്റായി കിടക്കുന്നത് കണ്ടത്. പിറ്റേ ദിവസം തൊട്ട് ഇവിടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് നടക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ എനിക്ക് കഴിയുന്നതായിരുന്നില്ല. ഇരിക്കാനൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇരിക്കുമ്പോഴെല്ലാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ എനിക്ക് മാറ്റങ്ങൾ തുടങ്ങി. എനിക്ക് നിൽക്കാനും അതുപോലെ നടക്കാനൊക്കെ പെയിനില്ലാതെ പോകാൻ. 63 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണ് ഞാൻ ശരിയായി എൻ്റെ നോർമൽ പൊസിഷനിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അത്രയും പെയിനായിട്ടാണ് ഞാനിവിടെ വന്നതും എല്ലാം. പക്ഷേ ഇവിടെ ഞാൻ വരുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇന്ന പോലെ സ്പൈനൽ കോഡ് സംബന്ധിച്ചുള്ള ഹോസ്പിറ്റലാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഹോസ്പിറ്റലിന് മുന്നിൽ കൂടെ പലവട്ടം പോയിട്ടുണ്ട്. പക്ഷേ പോകുമ്പോഴും എനിക്ക് എൻ്റെ വൈഫ് പറഞ്ഞു ഈ ഹോസ്പിറ്റലുണ്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞു. എനിക്ക് ഡോക്ടറെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് നിവർന്ന് നിൽക്കാനും നടക്കാനും പറ്റുമോ, ആ ഒരു സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായും പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതുമില്ലാതെ എനിക്കൊരു കോൺഫിഡൻസ് ഫസ്റ്റ് തന്നെ തന്ന് എന്നെ മുന്നിലോട്ട് നയിച്ചൊരു ഗാർഡിയൻ മാതിരിയാണ് എൻ്റെ ഇവിടുത്തെ ഡോക്ടർ. കാരണം അത്രയും പെയിൻഫുള്ളായിട്ട് ഞാൻ വന്ന ആളാണ്. ഞാൻ ഇത്രയും വളരെ ഇതായിട്ടാണ് ഞാൻ വന്നത്. ഇരിക്കാൻ ഇവിടെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അങ്ങനെയുള്ളൊരു സ്ഥിതിയായിരുന്നു എൻ്റെ. പക്ഷെ നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും എവിടെ നിന്നൊരു സജഷൻ എടുക്കുകയാണെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ റൂട്ട് കോസ്, നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ശരിയായ സജഷൻ നമുക്ക് ഡോക്ടേഴ്സിൽ നിന്ന് കിട്ടിയാലേ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരാളുടെ നട്ടലുകൊണ്ട് പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തണ്ടലുകൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം അയാൾക്ക് ഇവിടേക്കുള്ള ഒരു വെൽക്കം നോട്ട് എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് അതിനെന്താ അഡ്രസ്സ് ചെയ്യുക? ഞാൻ അവരോട് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് അവിടെ സുഖമാകുന്നെങ്കിൽ അവിടെ ചികിത്സിക്കുക. അല്ല, സത്യമായിട്ട് പറയാം. ഇപ്പോൾ അതിനുവേണ്ടി ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ പറയാല്ല. നിങ്ങൾക്ക് ഏതൊരു കാരണവശാലും അവിടെ വയ്യാത്തൊരു സാഹചര്യം വന്നാൽ മാത്രം ഞങ്ങളെ ഇത് നിങ്ങൾ എല്ലായിടത്തും പലർത്തും ഇവിടെ പറ്റുന്നുള്ള രീതിയിൽ കാണരുത് അതിന് കേട്ടോ. അങ്ങനെ കാണരുത്. അവിടെയും ചില മാറ്റങ്ങളുണ്ടാവും. വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ് ഞങ്ങളിവിടെ പറയാറുണ്ട്. ഇത് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റെനോസിസ് എന്ന് പറയുന്നത്, സിവിയർ സ്റ്റെനോസിസ് എന്ന് പറയും, ഞാൻ പറയേണ്ട കേസല്ലാതെ. ഇപ്പോൾ ഡിസ്ക് എത്ര പ്രൊലാപ്സ് ആയാലും എക്സ്ട്രൂഷൻ, പ്രൊട്രൂഷൻ, ബൾജ്, മിനിമം പ്രൊട്രൂഷൻ എന്ന് പറഞ്ഞ് 4-5 സ്റ്റേജുകളുണ്ട് അതിന്. ഇതിലേതായാലും നമുക്കിവിടെ സുഖപ്പെടുത്താം. പക്ഷേ ഇതോട് ചേർന്ന് നീണ്ട കാലം നമുക്കൊരു പ്രശ്നം വരുമ്പം ആ സ്പൈനലിൻ്റെ കോളത്തിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഒരു കനാലുണ്ട്, ഈ കനാൽ ബ്ലോക്കാവും. കനാൽ ബ്ലോക്കായി സെൻറ്ററിൻ്റെ ഒരു കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചികിത്സിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ സുഖമാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ സുഖമാവട്ടെ. സുഖമാവാത്ത ഒരു നില വന്നെങ്കിൽ മാത്രമല്ലേ നമ്മളതിനെ ചിന്തിക്കേണ്ടതുള്ളൂ. അങ്ങനെ സുഖമാവാത്ത നിലയുണ്ടെങ്കിൽ അന്നേരം നമുക്ക് താല്പര്യം വന്നോട്ടെ, വരട്ടെ, അവർ നന്നാവട്ടെ എന്ന് മാത്രമേ. അല്ലാണ്ട് കേരളത്തിൽ എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് ശരിയില്ലല്ലോ, അത് പറയാനും പാടില്ലല്ലോ. അവിടെ അവർക്ക് സുഖമാവട്ടെ, അവിടെയുള്ള ചികിത്സകൾ ഒരു ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് ഞങ്ങൾ വേണമെന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അപ്പോൾ അവർ വരട്ടെ. അങ്ങനെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ ഇവിടെ ഒരുപാട് മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ജിം ട്രെയിനർ എൻ്റെ അടുത്ത് പറയായിരുന്നു, സ്ട്രക്ചറിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇപ്പോൾ നടന്ന് തിരിച്ചു പോകാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു വൺ ഓഫ് ദ ഇൻസിഡൻറ്റ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരു പേഷ്യൻ്റ്, ഒരു ലേഡിയാണ്. അവർ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് സ്ട്രോക്ക് ആയിരുന്നു. സ്ട്രോക്കാണ്, കഴുത്തിൽ നിന്ന് താഴേക്ക് ഫുള്ള് പാരലൈസ് പോലെ.
അതായത് ഫങ്ഷൻ ഒന്നുമില്ല, ആ ഒരു ഫങ്ഷനും ഇല്ല. അവർ സ്ട്രോക്ക് വന്ന ഉടനെ നമ്മൾ ഒരിക്കലും നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിലോ മറ്റുള്ള ഹോസ്പിറ്റലിലോ പോകില്ല. നമ്മൾ ആദ്യം അലോപ്പതി ഹോസ്പിറ്റലിൽ പോകുള്ളൂ. പോകരുത്. അലോപ്പതി ഹോസ്പിറ്റലിൽ പോകാൻ പാടുള്ളൂ. ഓക്കെ. കാരണം സ്ട്രോക്കോ അല്ലെങ്കിൽ അവർക്ക് BP കൂടിയിട്ടോ അല്ലെങ്കിൽ ഷുഗർ കൊണ്ടോ ആയിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പം ഇത് നമ്മൾ സ്ട്രോക്ക് വന്ന ഉടനെ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റൽ അങ്ങനെയല്ല. ഫസ്റ്റ് എയ്ഡ് നമ്മൾ എന്തും അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അലോപ്പതി കഴിഞ്ഞിട്ട് അവർ ഡോക്ടേഴ്സ് പറഞ്ഞു ശരി നിങ്ങൾ ഡിസ്ചാർജ് ആയിക്കോളൂ, ആഫ്റ്റർ 1 month നിങ്ങൾ വന്നാൽ മതി, റിവ്യൂവിന് വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. ഇവർ ഹസ്ബൻഡ് ഫുള്ള് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞ് അവരുടെ ആംബുലൻസിൽ തന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് നമ്മൾ വിളിച്ച് ചോദിക്കുകയൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് ഒരു 10 o'clock നമ്മൾ ഡോക്ടേഴ്സ് എല്ലാവരും പോകുന്ന ടൈമിലാണ്, നൈറ്റ് വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ആംബുലൻസ് വന്നു. അപ്പോഴാണ് ഹസ്ബൻഡ് വന്നിട്ട് എൻക്വയറി ചെയ്യുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇവിടുന്ന് സ്ട്രോക്ക് പേഷ്യൻ്റ് ആണ്, ഡിസ്ചാർജ് ആയി, ഞങ്ങൾ നിങ്ങളെപ്പറ്റി കേട്ടു, അതുകൊണ്ടാണ് വന്ന് ഇവിടെ അഡ്മിറ്റ് ആകാൻ വേണ്ടി, ഇവിടുന്ന് റിക്കവർ ആകുമെന്ന് ഞങ്ങൾക്ക് അത്ര ഉറപ്പാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നമുക്ക് ഈ രാത്രിയിൽ എന്താ ചെയ്യുക? പിന്നെ ഈ പേഷ്യൻറ്റിൻ്റെ കേസൊന്നും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കേസ് സ്റ്റഡി ചെയ്ത് എല്ലാം ചെയ്തിട്ട് ഓക്കെ സ്റ്റേബിളാണ്, ആള് സ്റ്റേബിളാണ്, പക്ഷേ ഫങ്ഷൻ ഇല്ല. ഓക്കെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തോളൂ, എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങൾ അത് ഇപ്പോൾ 10 ദിവസം ഒരു മിറാക്കിളാണെന്ന് നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പൊറുമയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിറ്റ് ആയി, ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇപ്പോൾ ഒരു 10 ദിവസം 15 ദിവസം അല്ലെങ്കിൽ ഒരു 1 month കഴിഞ്ഞിട്ട് നിങ്ങൾ റിക്കവർ ആവുമെന്ന് വിചാരിക്കരുത്. നമുക്ക് നോക്കാം, മേ ബി നിങ്ങൾ 10 daysലോ അല്ലെങ്കിൽ ഒരു 20 daysലോ നമുക്ക് റിസൾട്ട്, നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് ആകാം. അവർ അഡ്മിറ്റായി, നമ്മൾ അടുത്ത ദിവസം തൊട്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങി. 1 month ആയി. 1 month ആകുമ്പോൾ ചെറിയ നല്ല പെയിൻ ആകും. നമ്മൾ സ്ട്രോക്ക് പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പം ഫിസിയോ കൊടുക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ പെയിൻ വരുമോ അതേപോലെ തന്നെ അവർക്ക് സിവിയർ പെയിൻ ആണ്. ഇതെല്ലാം അവർ ടോളറേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവുള്ളൂ. അപ്പം പേഷ്യൻ്റ് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങി. നല്ല ചെറുതായിട്ട് സിംറ്റംസ്, അതായത് ചെറിയ സെൻസേഷനൊക്കെ അവർക്ക് വരാൻ തുടങ്ങി. കൈ ചെറുതായിട്ട് അവർക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. 45 days ആയി. 60 days ആയപ്പോഴത്തേക്കും അവർക്ക് ഓക്കെ, ഫങ്ഷനൊക്കെ ആയി. യൂറിൻ മോഷൻ കൺട്രോൾ ഇല്ലായിരുന്നു, ഡയപ്പർ ഇട്ടിട്ടായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരിക. അത് കഴിഞ്ഞിട്ട് കൺട്രോളായി. പിന്നെ ഒരു 60 days ആയപ്പോഴത്തേക്കും 45 days ആയപ്പോഴത്തേക്കും യൂറിൻ മോഷൻ കൺട്രോളായി. 2 months ആയപ്പോഴത്തേക്കും അവർക്ക് പതുക്കെ കൈ വെച്ചിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരെ കൊണ്ടുപോയി റിവ്യൂവിന് 1 month കഴിയുമ്പം റിവ്യൂവിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് ആംബുലൻസ് വീൽ ചെയറിൽ ടാക്സി ബുക്ക് ചെയ്ത് അവരെ അയച്ചു. തിരിച്ചു വരുമ്പോൾ അവർ ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് റെഡിയായേ, എങ്ങനെയാണ് നിങ്ങൾ ഫിസിയോ കൊടുക്കുന്നുണ്ടായിരുന്നോ, എന്താണ്? അല്ല, നമ്മളിങ്ങനെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് അവർക്ക് തന്നെ ഒരു അത്ഭുതം. കാരണം റിക്കവർ ആകാം, ഇത്രയ്ക്ക് പെട്ടെന്ന് ഫാസ്റ്റ് റിക്കവറി എങ്ങനെ വന്നു എന്നുള്ളത് അവർക്ക് തന്നെ അത്ഭുതം പോലെ ഫീൽ ചെയ്തു. അത് പേഷ്യൻ്റ് വന്ന് നമ്മളോട് പറഞ്ഞതാ, அவங்க കേൾക്കാങ്ങ പിന്നെ ലാസ്റ്റ് അവർ ഫുള്ള് റിക്കവറായി. അതായത് സ്ട്രെച്ചറിൽ വന്നിട്ട് അവർ സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മളെല്ലാവരും ക്ലാപ്പ് ചെയ്തു. അവർ നമ്മുടെ സ്റ്റാഫിനും തെറാപ്പിസ്റ്റിനും ഡോക്ടേഴ്സും എല്ലാവർക്കും ഭയങ്കര, അവർ കൈയില്ലാണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചെറുത് നമ്മൾ അടുത്ത് നിൽക്കും, വീണാ പിടിക്കണമല്ലോ, പിടിക്കും, ഇങ്ങനെ പയ്യെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ.